കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത്യന്തം ഗൗരവകരമായ ആരോപണങ്ങളുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. CPM പരാജയ ഭീതിയിൽ വിറളി പൂണ്ടിരിക്കുകയാണെന്നും ഇതിനെ മറികടക്കാൻ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ മാർഗങ്ങൾ പാർട്ടി അവലംബിക്കുകയാണെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച പ്രധാന ആക്ഷേപം. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3ാം നിലയിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് വേണുഗോപാൽ ഉന്നയിച്ചത്. കള്ളവോട്ട് ചെയ്യുന്നതിനായി വ്യാപകമായി ഇത്തരം വ്യാജരേഖകൾ ചമയ്ക്കുന്നുണ്ടെന്നും കല്യാശ്ശേരിയിലെ വോട്ടുകൾ പയ്യന്നൂരിലും ഉൾപ്പെടുത്തി ഇരട്ട വോട്ടുകൾ സൃഷ്ടിച്ച് വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് പോൾ ചെയ്യിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നതരായ നേതാക്കളുടെ അറിവോടെയാണ് ഇത് നടക്കുന്നതെന്ന് വ്യക്തമാണെന്നും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻ മന്ത്രി G സുധാകരനെ ചവറ്റുകുട്ടയിൽ എറിയേണ്ട ആളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിൽ KC വേണുഗോപാൽ ശക്തമായ മറുപടിയാണ് നൽകിയത്. സുധാകരൻ എല്ലാ കാലവും ഒരു മതനിരപേക്ഷവാദിയായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം CPMന്റെ തരംതാണ വർഗീയ പ്രീണന നയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. G സുധാകരനല്ല, മറിച്ച് പിണറായി വിജയനായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാൽ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുക എന്നും അദ്ദേഹം പരിഹസിച്ചു. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതിനെ അദ്ദേഹം അപലപിച്ചു. അതുപോലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ തടഞ്ഞതും G സുധാകരന്റെ ഡ്രൈവറെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. TP ചന്ദ്രശേഖരന്റെ അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് നേതാക്കളെ ഭയപ്പെടുത്താനാണ് CPM നോക്കുന്നതെന്നും എന്നാൽ ഇത്തരം തന്ത്രങ്ങൾക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷയുണ്ടാകില്ല എന്നും വേണുഗോപാൽ ഉറപ്പിച്ചു പറഞ്ഞു. രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഫണ്ട് പോലും വെട്ടിച്ചവരാണ് കോൺഗ്രസിനെതിരെ കണക്കുകൾ ചോദിച്ചു വരുന്നത് എന്നും അദ്ദേഹം പരിഹസിച്ചു. CPM ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഒന്ന് കണ്ടു നോക്കൂ. G സുധാകരൻ ചവറ്റുകൊട്ടയിലാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്വന്തം മുഖമൊന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാൻ എനിക്ക് താല്പര്യമുള്ളത്. വിരളെ പൂണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ G സുധാകരൻ്റെ ഡ്രൈവറെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. CPMന്റെ തരംതാണ വർഗീയ നയമാണ്, വർഗീയ പ്രീണന നയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം. തെരഞ്ഞെടുപ്പിൽ ദിവസം അടുത്തു വരുന്നതോടുകൂടി പരാജയ ഭീതി പൂർണ്ണമായും ഉറപ്പായ CPM പഴയ തന്ത്രങ്ങളെല്ലാം പൊടിതട്ടി വീണ്ടും എടുക്കുകയാണ് എന്നുള്ള തെളിവുകളാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും നിന്നും പുറത്തു വരുന്നത്. പയ്യന്നൂരിൽ CPMന്റെ പാർട്ടി ഓഫീസിൻ്റെ 3ാം നിലയിൽ നിന്നും വ്യാജ ആധാർ കാർഡ് പ്രിൻ്റ് ചെയ്ത് വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. കല്യാശ്ശേരിയിലെ നിരവധി വോട്ടുകൾ പയ്യന്നൂരിലും കൂടെ ചേർത്ത് ഡബിൾ വോട്ട് എൻട്രി ചെയ്യിപ്പിച്ച് ആ ഡബിൾ വോട്ട് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയെടുത്ത് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇത് ഉന്നതരായ നേതാക്കളുടെ അനുമതിയോട് കൂടിയിട്ടാണ് നടക്കുന്നത് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് പരാതി ഇലക്ഷൻ കമ്മീഷന് സ്ഥാനാർത്ഥി നൽകിയിട്ടുണ്ട്. ഗൗരവതരമായ ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തെ നോക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വിരളെ പൂണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്, ബോർഡുകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. അതിവിടെ മാത്രമല്ല, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെയും അദ്ദേഹത്തെ തടഞ്ഞു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളും ബോർഡുകളെല്ലാം തകർത്തു. ആ സാഹചര്യങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് നേരെ ഭീഷണി. ഇപ്പോൾ G സുധാകരൻ്റെ ഡ്രൈവറെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ CPMനകത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന നേതാക്കളെയെല്ലാം ചന്ദ്രശേഖരനുണ്ടായ അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേടാൻ നോക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്രൈവറെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, സ്ഥാനാർത്ഥികളെ തടയുക, ഫേക്ക് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കള്ളവോട്ട് നടത്തുക, ഇതെന്തെല്ലാം തന്ത്രം നിങ്ങൾ ഉപയോഗിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. ജനങ്ങൾ, പ്രത്യേകിച്ച് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ വിരളി പൂണ്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുന്നത് പോലും ഭയപ്പെടുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. G സുധാകരൻ്റെ സ്ഥാനമല്ല ചവറ്റുകൊട്ടയിലാവാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും അതുപോലെ തന്നെ ലോ ലെവൽ അറ്റാക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. G സുധാകരൻ തികഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്നു എല്ലാ കാലത്തും. ഇന്നിപ്പോൾ G സുധാകരനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനാണ് എല്ലായിടത്തും കാണുന്നത്. എന്താണ്? CPMന്റെ തരംതാണ വർഗീയ
നയമാണ്, വർഗീയ പ്രീണന നയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം. അത് അമ്പലപ്പുഴയിൽ വ്യക്തമാണ്. ആരുടെ വോട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പ്രസംഗം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ജി സുധാകരൻ ചവറ്റുകുട്ടയിലാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്വന്തം മുഖമൊന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാൻ എനിക്ക് താല്പര്യമുള്ളത്. ചവറ്റുകുട്ടയിൽ പോകുന്നത് ജി സുധാകരനായിരിക്കില്ല, സാക്ഷാൽ പിണറായി വിജയനായിരിക്കും എന്നാണ്. ചവറ്റുകുട്ടയിലല്ല പോകാൻ പോകുന്നത്, അതിനേക്കാൾ വലിയ വേസ്റ്റ് കൊട്ടയിലേക്കായിരിക്കും പിണറായി വിജയൻ പോകാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ UDFന്റെ ടീമും ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് കണ്ട് ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കും. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് 3-ാം നിലയിൽ. അല്ല, അത് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളാണ്. ഇപ്പോൾ CPMൽ വിവരം കിട്ടാൻ ഞങ്ങൾക്ക് മാർഗമുണ്ടല്ലോ. അതുകൊണ്ട് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഗൗരവതരമായിട്ടില്ല. അത് ഈ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു. അവരാണ് അന്വേഷിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വമില്ലേ? വ്യാജ വോട്ടുകൾ ചെയ്യുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയാൽ അത് പരിശോധിക്കാനും മനസ്സിലാക്കാനും അത് തടയാനുമുള്ള ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളതാണ്. ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെയായിട്ടാണ് ഇന്നലെ CPIMന്റെ ഒരു ഫണ്ട് പിരിവുണ്ടായിരുന്നു. അതിലെ പണം എവിടെയെന്നൊക്കെ ചോദിച്ചത്. അവർ ചാനൽ ചർച്ചയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ഉടൻ തന്നെ CPM അതിന്റെ കണക്കുകൾ ഇന്നലെ പുറത്തുവിട്ടത്. അതുകൊണ്ടല്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ? കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. അതിന് നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ഈ കാര്യത്തിൽ ഇത് നിങ്ങൾ പറയുമ്പം പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് വെട്ടിയ ആളുകളാണ് ഈ വാദം പറയുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് വെട്ടിയവരുടെയാണ്